പ്രിയം നിറഞ്ഞ എൻ്റെ കൂട്ടുകാരെ, ഈ ചെടിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയുന്നത് ഇലച്ചെടിയില്ലേ, ഇത് മഴയൊക്കെ വരുമ്പോൾ വളരെ രസകരമാണ് കാണാൻ. ഈ മഴയത്ത് വെള്ളം തൂളി മുറ്റത്തൂടെ നിൽക്കുമ്പോഴേ, മണൽ വിരിച്ച മുറ്റത്തൂടെ എന്ത് ഭംഗിയാണെന്നോ കാണാൻ. ഇതിന് നീലയുടെ വെറൈറ്റിയൊക്കെ ഉണ്ട്. അതൊന്നും എടുക്കാൻ പോകാനായിട്ടുള്ള നേരമൊന്നും കിട്ടിയില്ല പടവേ. പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള പോക്കല്ലേ, എല്ലാ ദിവസവും അമ്മ അച്ഛനെ നോക്കാൻ പോകണ്ടേ. അപ്പം അവിടെ വീടെല്ലാം അങ്ങ് പുകഞ്ഞു പോയി. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതൊന്ന് നമുക്ക് പെയിൻ്റ് അടിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആലുവാടുപ്പാണ്, 4-5 വർഷമായേ ഉള്ളൂ ഈ വീട് വെച്ചിട്ട്. അവർ രണ്ടും തന്നെ ഉള്ളൂ. ആ മൊത്തം അങ്ങ് പുകഞ്ഞു പോയി. അപ്പം അതിൻ്റെ ഒരു ചെറിയ രീതിയിലൊരു പെയിൻറ്റ് ചെയ്യാം എന്നിങ്ങനെ ഉദ്ദേശിച്ചു. അപ്പോൾ അതിൻ്റെ എല്ലാം വൃത്തിയാക്കലിൻ്റെ ഭാഗമായിട്ട് 2-3 ദിവസം ഞാൻ അവിടെ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങ് വന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി. ഇനി കുറച്ചുകൂടെ ഉണ്ട്, എന്നാലും ബാക്കിയെല്ലാം ഏറെക്കുറെ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഈ കൂടെ തന്നെ നിങ്ങളുടെ ചെടികൾ 3-4 ദിവസം മുമ്പ് ഞാൻ കുറച്ച് കുപ്പികളിലൂടെയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. മഴക്കാലാവസ്ഥയാണെങ്കിൽ വേഗം തന്നെ ചെടി എത്തും കേട്ടോ. വെയിലാണെങ്കിൽ ജൂൺ മാസം ആകും കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്യണേ. അമ്മയ്ക്ക് ഈ ഭേദമൊന്നും ആയിട്ടില്ല. എത്ര ദിവസം പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇനി നമുക്ക് ഫിസിയോതെറാപ്പിയും കൂടെ ചെയ്ത് നോക്കാമെന്ന് ഉദ്ദേശിച്ചാണ്. എല്ലാം മാറി മാറി നോക്കുകയാണ്. അമ്മ എണീറ്റ് നടക്കണം, അതാണ് ലക്ഷ്യം. അല്പമൊക്കെ എണീറ്റായിരുന്നു, വീണ്ടും അത് പണ്ടത്തെ പോലെ തന്നെയായി. ഞാൻ ഈ ചെടിയുടെ പൂക്കളൊക്കെ തീരുന്നതനുസരിച്ച് കമ്പ് മുറിച്ച് നിങ്ങൾക്കായി മാറ്റി വയ്ക്കുന്നുണ്ട്. അതും ഇതിനിടയിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ചെടികളും നിങ്ങൾക്ക് എത്തും. പിന്നെ നിങ്ങളെല്ലാവരും കമൻറ്റൊക്കെ ഇടണം കേട്ടോ. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ നോക്കും തന്നെയാണ് ഏക ഒരു ആശ്വാസം. എൻ്റെ കൂട്ടുകാരുടെ, എൻ്റെ പ്രിയം നിറഞ്ഞ കൂട്ടുകാർ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എല്ലാവർക്കും ഇനിയും പുതിയ കൂട്ടുകാർ വന്നാലും കൊള്ളാം, എല്ലാവരും ചെടികളെത്തും. കുറേശ്ശെ ഉള്ളതേ ഉള്ളൂ. എനിക്ക് ഒന്നിച്ചയക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആദ്യം നമുക്ക് കുറേശ്ശെ അയക്കാം. നിങ്ങൾ മിശ്രിതമൊക്കെ തയ്യാറാക്കി വെച്ചോളൂ കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ദിവസം കുപ്പിയിൽ തന്നെ ഇട്ട് വെച്ചിട്ട് നട്ടാൽ മതി. വലിയ ചൂടുള്ള ജില്ലക്കാരൊക്കെ പിന്നെ ഇത് വലിയ ആഗ്രഹത്തോടെ 1-2 മാത്രം മേടിക്കുക. അത് കുപ്പിയിൽ തന്നെ നിന്ന് പൂക്കട്ടെ. നമ്മുടെ മണ്ണും ഒക്കെ സൗകര്യത്തിന് കിട്ടി. നല്ല മഴയുള്ള സമയത്ത് മാത്രം നമുക്കിത് പിന്നെ മാറ്റി വെച്ചാൽ മതി. ചെറിയ ഒരു എന്താ പറയുക, പൂച്ചട്ടിയിൽ ആദ്യം നട്ട് പിടിപ്പിക്കാനൊക്കെ ശ്രമിക്കുക. എല്ലാവരും നല്ല ചിന്തകളോടെ, നല്ല ഈശ്വരവിശ്വാസത്തോടു കൂടി ഇരിക്കുക.